ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. +1 എത്ര മണിക്കൂർ പഠിക്കണം? ഇതായിരിക്കും നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പോൾ +1 ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോകുന്ന ഈ നിമിഷത്തിൽ ഉണ്ടാവുന്ന ചോദ്യം. പലരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുക, മണിക്കൂറുകളോളം പഠിക്കണം, എന്നാലേ +1 വല്ല മാർക്കും കിട്ടത്തുള്ളൂ, അല്ലാതെ ചുമ്മാ 10ാം ക്ലാസ് പോലെ പോലും പഠിച്ചു പോകരുത്, അതിനേക്കാളും നന്നായിട്ട് രാവും പകലും ഇല്ലാതെ നിങ്ങൾ പഠിക്കണം എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. മക്കളെ, ആ പറയുന്ന പറച്ചിലൊക്കെ അല്ലെങ്കിൽ ഈ കേട്ട കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റിവെച്ചേക്ക്. കാരണം ഈ മണിക്കൂറുകളോളം പഠിക്കുന്നതിലല്ല കാര്യം, മറിച്ച് നിങ്ങൾ 2 മണിക്കൂറാണ് പഠിക്കുന്നെങ്കിലും അത് എഫക്റ്റീവായിട്ട് പഠിക്കുക, അത്രയുള്ളൂ കാര്യം. അല്ലാതെ എന്തേലും ഒരു ചവറ് കണക്ക് മണിക്കൂറുകളോളം പഠിച്ചിട്ട് ഒരു കാര്യമില്ല. 2 മണിക്കൂർ പഠിക്കുന്നെങ്കിൽ അത് എഫക്റ്റീവായിരിക്കണം, അത് ഏറ്റവും ക്രിസ്പായിരിക്കണം, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക. അതിൽ തന്നെയാണ് കാര്യമുള്ളത്. പിന്നെ പല കുട്ടികളുടെയും പ്രശ്നം എന്ന് പറഞ്ഞു വെച്ചാൽ, സാർ ഏത് സമയം പഠിക്കാൻ വേണ്ടി ഓപ്റ്റ് ചെയ്യണം? ഏർലി മോർണിംഗ് ഇരുന്ന് പഠിക്കണമോ അതോ ഓവർനൈറ്റ് രാത്രി ഇരുന്ന് പഠിക്കണമോ? മക്കളെ, അങ്ങനെ പർട്ടിക്കുലർ ടൈമില്ല, അത് നിങ്ങൾ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം എന്ന് പറഞ്ഞാൽ രാവിലെ നേരത്തെ എണീച്ച് പഠിക്കാനാണ്. പക്ഷെ എൻ്റെ അനിയൻ അങ്ങനെയല്ല, അവൻ രാത്രി ഇരുന്ന് പഠിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളെല്ലാവരും. ഓരോരുത്തർക്കും അവർക്ക് താല്പര്യമുള്ള സമയത്തിരുന്ന് പഠിക്കാം. ആ സമയത്ത് ബാക്കിയുള്ള ഡിസ്ട്രാക്ഷൻസ് എല്ലാം മാറ്റിവെച്ച് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിൽ വേണം നിങ്ങൾ പഠിക്കാൻ. ആ പഠിക്കുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. പലരും ഇപ്പോൾ നമ്മളൊരു ചാപ്റ്റർ ഓൾമോസ്റ്റ് പഠിച്ചു കഴിഞ്ഞു വെച്ചാൽ ഉടനെ നിങ്ങൾ ചെയ്യുന്ന പരിപാടി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അതിനൊരു സ്ട്രക്ചേർഡ് മെത്തേഡ് ഉണ്ട്, അതെല്ലാവരും ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ ആദ്യം നമ്മളൊരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞു വെച്ചാൽ ആ ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്കിൻ്റെയും കണ്ടന്റ് സ്ട്രോങ് ആക്കണം. അതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം. കണ്ടന്റ്, എല്ലാ കാര്യത്തിൻ്റെയും കണ്ടന്റ് സ്ട്രോങ് ആക്കുക, ഓരോ ടോപ്പിക്കും മനസ്സിലാക്കിയിട്ട് എന്നതിന് ശേഷം മാത്രം ഓരോ ടോപ്പിക്കിൽ നിന്നും പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള പരമാവധി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടന്റ് സ്ട്രോങ് ആക്കുക, എന്നിട്ട് മാക്സിമം പോസിബിൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. എന്നതിന് ശേഷം മാത്രം അവസാന 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. സോ ഈ പറയുന്ന 3 കാര്യങ്ങളും സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾ എല്ലാവരും എക്സിക്യൂട്ട് ചെയ്യണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പലരും ഒരു 10ാം ക്ലാസ്സിൽ കണ്ടന്റുകൾക്ക് ഊന്നൽ കൊടുക്കാതെ ക്വസ്റ്റ്യൻസിന് പരമാവധി പ്രാധാന്യം കൊടുത്ത് പഠിച്ചവരായിരിക്കാം നിങ്ങളിൽ പലരും. സോ അതുകൊണ്ടാണ് ഈ ഒരു സ്ട്രാറ്റജിയിൽ വരുന്ന മാറ്റം നിങ്ങൾ ഇനീഷ്യലി തന്നെ മനസ്സിലാക്കണം. +1 +2 കണ്ടന്റ് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ആ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാരണം നമ്മൾ വിചാരിക്കുന്ന ചോദ്യം തന്നെ ആ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഏത് തരത്തിൽ വളഞ്ഞു മൂക്ക് പിടിക്കുന്ന തരത്തിൽ വരെ ചോദ്യങ്ങൾ നമ്മുടെ ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ അതൊക്കെ നിങ്ങൾ പ്രോപ്പർലി ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ കണ്ടന്റ് സ്ട്രോങ് ആയിരിക്കണം. അതിലൂന്നി വേണം നിങ്ങൾ നിങ്ങളുടെ ഓരോ ദിവസത്തെ പഠനവും മുന്നോട്ട് കൊണ്ടുപോകാൻ. സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. സോ മണിക്കൂറുകളിൽ ഒരു കാര്യവുമില്ല. അങ്ങനെ നിങ്ങളെ പലരെയും തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. സോ ആ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിവെച്ച് ദിവസേന 2 മണിക്കൂറാണെങ്കിലും അത് അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക, കൂളായിട്ട് തന്നെ പഠിക്കുക. സോ മക്കളെ, ഓൾ ദ ബെസ്റ്റ്.